വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ക്രാക്കോവ്, ഏപ്രിൽ 21, 1933. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് നിത്യവ്രത വാഗ്ദാനത്തിന് മുൻപുള്ള 8 ദിവസത്തെ ധ്യാനം. ഇന്നു ഞാൻ ധ്യാനം ആരംഭിക്കുകയാണ്. ഈശോയെ, എൻ്റെ ഗുരുനാഥ, എന്നെ നയിക്കണമേ. അങ്ങയുടെ തിരുഹിതപ്രകാരം എന്നെ ഭരിക്കണമേ. അങ്ങേക്ക് യോഗ്യമാം വിധം എൻ്റെ സ്നേഹത്തെ പവിത്രീകരിക്കണമേ. അങ്ങേ കരുണാർദ്ര ഹൃദയത്തിൻ്റെ ഇഷ്ടം പോലെ എന്നെ ഉപയോഗിക്കണമേ. ഈശോയെ, നമ്മുടെ ഐക്യത്തിനു മുമ്പുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ 2 പേർ മാത്രമായിരിക്കും. ഈശോയെ, എന്നെ ധ്യാനത്തിൻ്റെ അരൂപിയിൽ കാത്തു സൂക്ഷിക്കണമേ. വൈകിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, ഒന്നും നിന്നെ ഭയപ്പെടുത്തുകയോ അസ്വസ്ഥമാക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നല്ല സമാധാനത്തിലായിരിക്കുക. എല്ലാം എൻ്റെ കരങ്ങളിലാണ്. ഫാദർ ആൻഡ്രാഷ് വഴി ഞാൻ എല്ലാം നിനക്ക് മനസ്സിലാക്കി തരാം. ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തോട് പെരുമാറുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം. ഓ എൻ്റെ നിത്യനായ കർത്താവായ സൃഷ്ടാവേ, ഈ വലിയ ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും? ഈ ദുരിതപ്പെട്ട എന്നെ നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തതിനും നിത്യമായ ഉടമ്പടിയാൽ അങ്ങ് ഞാനുമായി ഐക്യപ്പെടുന്നതിന് തിരുമനസ്സായതിനും നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ അമൂല്യനിധിയെ, എല്ലാ വിശുദ്ധരുടെയും മാലാഖാവൃന്ദങ്ങളുടെയും ആരാധനയും കൃതജ്ഞതയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ അമ്മയുമായി ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. ഓ മറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ നിന്റെ പരിശുദ്ധമായ മേലങ്കിയാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ പുത്രന് ഏറ്റവും പ്രിയമുള്ളവളാകാനും അങ്ങേ തിരുക്കുമാരൻ്റെ കരുണയെ ലോകം മുഴുവനും നിത്യമായി യഥോചിതം പുകഴ്ത്താനും എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ധ്യാന ചിന്തകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിൽ അസാധാരണമാം വിധം ലയിച്ചിരുന്നു. ധ്യാന സമയത്ത് വൈദികൻ പറയുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എന്നെ നിർബന്ധിക്കാനും കഴിഞ്ഞില്ല. എൻ്റെ ആത്മാവ് കർത്താവിനോട് കൂടിയായിരുന്നു. അതായിരുന്നു എൻ്റെ ധ്യാനം. എൻ്റെ മഠാധിപ മേരി ജോസഫുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള ചില വാക്കുകൾ. പല കാര്യങ്ങളും അവർ എനിക്ക് വ്യക്തമാക്കി തന്നു. എൻ്റെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ എനിക്കവർ സമാധാനം പകർന്നു തന്നു. ഞാൻ ശരിയായ പാതയിലാണ് മുന്നേറുന്നതെന്ന് എനിക്ക് ഉറപ്പു തന്നു. ഈ വലിയ ഉപകാരത്തിന് ഞാൻ കർത്താവീശോയോട് നന്ദി പറഞ്ഞു. കാരണം ഇക്കാര്യത്തിൽ എനിക്ക് സംശയം വരുത്താതിരുന്ന ആദ്യത്തെ അധികാരി അവരായിരുന്നു. ഓ, ദൈവം എത്രമാത്രം നല്ലവനാണ്!